അപ്പോൾ ഇതാണ് ഐറ്റം. നല്ല അടിപൊളി സാധനം കേട്ടോ. അടിപൊളി ചെമ്പല്ലി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷാണ്. ഡിലൈറ്റ് ഫിഷിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും രാവിലെ ചൂണ്ടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് എല്ലായിടത്തും പോലെ നമുക്കിവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ ആറ്റിൽ നല്ല വെള്ളമുണ്ട്. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. എന്തായാലും ഒന്ന് നോക്കാം. മീൻ അടിക്കാനാണ് ചാൻസ്. കുറേ ദിവസമായി നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്. ഇന്ന് ലീവായതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ ഇരിക്കാം. ഇനി ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ വെയിറ്റിങ്ങാണ്. വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ മണിയിലൊക്കെ ഉണ്ട്. എന്തായാലും ഒന്ന് നോക്കാം. അപ്പം മീൻ അടിക്കാനാണ് ചാൻസ്. അതായത് വെയിറ്റിങ്ങിലാണ്. ഇനി വെയിറ്റ് ചെയ്തിരിക്കാം മീൻ കിട്ടുന്നവരെ. ഇതിൽ മീനുണ്ടാന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. എന്ത് മീനാണെന്ന് അറിയാൻ വയ്യ. നമ്മൾ ചൂണ്ടെടുത്ത് നോക്കിയപ്പോഴാണ് സംഭവം മീൻ അടിച്ചെന്ന് അറിഞ്ഞത്. അതുവരെ അനക്കൊന്നുമില്ലായിരുന്നു. ചെറിയൊരു പരലൊക്കെ പിടിക്കും പോലത്തെ ഒരു ചെറിയ കിലുക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല സൈസുള്ള മീനാണ്. നല്ല വെയിറ്റും ഉണ്ട്. പക്ഷേ ചൂണ്ട അനക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു മീൻ അടിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഒരു 1 കിലോ റേഞ്ച് വരുന്ന ഒരു സിലോപ്പി. 1 കിലോ അല്ല, അടിപൊളി സാധനം. കിടലൻ സാധനം. ഈ സ്പൈഡർ ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഐറ്റം. നല്ല അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു സിലോപ്പിനെ അടിച്ചിട്ടുണ്ട്. കുറേ നേരം കൊണ്ട് ഇത് കിടന്ന് വെട്ടാൻ ഞാൻ ചെറിയ പരലായിരിക്കുന്നു. പൊളിയല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ അന്ന് പിടിച്ചെന്ന് പറഞ്ഞ. ഒരു കിലോ ഉണ്ടത്. അപ്പം നമുക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ചെറിയ പരലാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്കതിനാ നെറ്റിലോട്ടിട്ടേക്കാം. എന്ത് ഇതിൻ്റെ വീഡിയോയിൽ ഒന്ന് നേരത്തെ ഇട്ടിരുന്നു. നെറ്റിയിട്ട് വെള്ളത്തിൽ തന്നെ ഇടണം. വെള്ളത്തിലൊക്കെ ഇട്ടേക്കാം. അവിടെ കെട്ടി അങ്ങോട്ടേക്കാം. പിടിച്ചപ്പോഴാണ് അടിച്ചടിച്ചാണോ വന്നോ? അപ്പോൾ അടുത്ത നമുക്ക് തീറ്റി സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ ഇന്നുണ്ട്. പുതിയ രതീഷ് എന്നാണ് പേര്. കൂട്ടുകാരനെ ഇന്ന് കൂടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത തീറ്റി സെറ്റ് ചെയ്തിടാം. അപ്പോൾ നമ്മളിത് 2 ദിവസമായിട്ടാണ് ഈ വീഡിയോ എടുത്തത്. നമുക്ക് ആ ദിവസം കിട്ടിയത്. അപ്പോൾ നമുക്ക് 2 മീൻ അടിച്ചിട്ടുണ്ട്. ഒരു 1 കിലോ റേഞ്ച് വരുന്ന ഒരു സിലോപ്പിയും ഒരു കൂരലും.
അപ്പോൾ 2 മീനെ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മതിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് രണ്ടാമത്തെ ദിവസം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെ പോലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു രാത്രിയിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ആറ് കാണുമ്പം അറിയാൻ പറ്റും, നല്ല കലക്കലുണ്ട്. ഇന്നലത്തെ പോലെയല്ല, നല്ല വെള്ളം തെളിച്ചുണ്ടായിരുന്നു. വെള്ളം കൂടുതലാണെങ്കിലും തെളിച്ചുണ്ടായിരുന്നു. ഇന്ന് നല്ല കലക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളവും കൂടുതലാണ്. അപ്പോൾ രാവിലെ വന്ന് നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് മീനാണെന്ന് നമുക്ക് നോക്കാം. നല്ല വെയിറ്റുണ്ട്. ഇന്നലത്തെ പോലെ തന്നെ നല്ല സിലോപ്പി ആവാനാണ് ചാൻസ്. പക്ഷെ മീൻ ഇതുവരെ പൊങ്ങിയിട്ടില്ല. എന്തായാലും നോക്കാം. നല്ല അടിപൊളി ഒരു മീനാണെന്ന് തോന്നണം. അടിപൊളി ചെമ്പല്ലി, സൂപ്പർ സാധനം. അപ്പോൾ നമുക്കൊരു നല്ല സൈസ് ഒരു ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിലാണ് സാധനം, ഒരു കിലോ റേഞ്ച് വരുന്ന ഒരു സാധനം. ഇപ്പോൾ പോകും കേട്ടോ. ചെറിയൊരു ഉക്കപ്പേ ഉള്ളൂ. നോക്കിയാൽ ആരെയൊക്കെ ചെറിയൊരു ഉക്കപ്പേ ഉള്ളൂ. നല്ല അടിപൊളി കിട്ടില്ല ഒരു സാധനം. എൻ്റെ കയ്യിൽ അടിപൊളി സൈസ് കേട്ടോ. എൻ്റെ കൈനേക്കാളും ഉണ്ട്. ഏകദേശം ഒരു കിലോ റേഞ്ച് വരുന്ന ഒരു ചെമ്പല്ലി, ആറ്റ് ചെമ്പല്ലി ഇത്രയും സൈസൊക്കെ ആവും. ഇടുന്ന സാധനം. അപ്പോൾ ഫ്രണ്ട്സ് ഒരു മീനോട് അടിച്ചിട്ടുണ്ട്, ഒരു കൂരൽ. എന്നത്തെ പോലെ നമുക്ക് ഇന്നൊരു കൂരൽ അടിച്ചിട്ടുണ്ട്, ചെറിയൊരു സൈസ്. ഇത് രണ്ടാമത്തെ മീനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ കൂടെ കൊടുത്തിട്ട് അടുത്ത തീച്ചു സെറ്റ്. അപ്പോൾ ഫ്രണ്ട്സ് ഒരു ചെറിയ ചെമ്പല്ലി കൂടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ മൂന്നാമത്തെ മീനാണ്. വലിയ സൈസൊന്നുമല്ല, ചെറിയ സൈസ്. നമ്മളെ കയ്യിൽ നമുക്ക് ഇതിനെ വിട്ടിട്ട് അടുത്ത തീച്ചു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ചൂണ്ടയിടൽ നിർത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ മീനിനെ നമ്മൾ കാണിച്ചു തരാം. വലുതായിട്ട് വേറെ ഒന്നും അടിച്ചില്ല. 2 ചെമ്പല്ലി, ഒരു കൂരലും 3 പരലും അടിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പം നമുക്ക് കിട്ടിയ മീൻ നമ്മൾ കാണിച്ചാൽ ചൂണ്ട എടുത്തില്ല, ഇട്ടിട്ടുണ്ട്. അല്ലാതെ അടിക്കുകയാണെങ്കിൽ അതിനൂടെ കാണിച്ചാൽ. അപ്പോൾ നമുക്ക് കിട്ടിയ മീനാണത്. നമ്മൾ നെറ്റ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ കമ്പോസിലാണ് കെട്ടിയിട്ടിരുന്നത്. അതായത് എല്ലാ മീനും ചത്തില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ വേട്ട. ഓഫ് ചെയ്യും.